ഫ്രണ്ട്സ്, വെൽക്കം ടു SV ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഒരു ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഒരു മസാല ഇഡ്ഡലി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇത് 6 ഇഡ്ഡലി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇത് പൊട്ടുകടല, ഒരു ഉണക്കമുളക്, കുറച്ച് ഉഴുന്ന്, ക്യാരറ്റ്, ബീൻസ്, ഇത് മല്ലിയില, കുറച്ച് ബീറ്റ്റൂട്ട്, ക്യാപ്സിക്കം, ഒരു ചെറിയ തക്കാളി, ഒരു സവോളയുടെ പകുതി അല്ലെങ്കിൽ ഒരു ചെറിയ സവോള, കുറച്ച് ഗാർലിക്, ഒരു തിരി വളരെ കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊരു 6-7 ചെറിയ ഉള്ളി. ബാക്കി ഇത് ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചട്നിപ്പൊടിയാണ്. ഇതിൻ്റെ റെസിപ്പി പിന്നീട് ഇട്ട് തരാം കേട്ടോ. ഇതുണ്ട്. അതേപോലെ കുറച്ച് മസാലപ്പൊടികളും ഒക്കെ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. കുട്ടികളെ പച്ചക്കറി തീറ്റിക്കാനുള്ള ഓരോ മാർഗം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ ഗ്യാസിൻ്റെ മേലെ ഒരു കടായി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി. അതിലേക്ക് കുറച്ച് നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ ചൂടാവണം. വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് കടുക് പൊട്ടി. അപ്പോൾ നമ്മൾ ഒരു ഉണക്കമുളക്, കുറച്ച് ഉഴുന്നും പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ ഞാൻ ഫ്ലെയിം സിമ്മാക്കി കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം അതും ഇട്ട് കൊടുത്തു. അതും മൂത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇത്രയും സാധനം ഇട്ട് കൊടുത്തു. ലോ ഫ്ലെയിമിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളറ് മാറി. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത് പിങ്ക് സോൾട്ടാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മുടെ ചട്നിപ്പൊടിയിൽ ഉപ്പുണ്ട്. ഉപ്പിട്ടു. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോള ഒന്ന് ചെറുതായിട്ട് കുക്കാവട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബീൻസ്. ഫ്ലെയിം ഓണിലാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇളക്കി കൊടുക്കണം.
നമ്മളിട്ട വെജിറ്റബിൾസ് ഒന്ന് ചെറുതായി സോഫ്റ്റായി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ഒരു തക്കാളി, ചെറിയൊരു തക്കാളി അതും ഇട്ടു. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ വെജിറ്റബിൾസ് ഒന്നും വല്ലാണ്ട് കുക്കായി അതിൻ്റെ ഗുണങ്ങളെ കളയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. കാരണം നമ്മുടെ ഉദ്ദേശം കുട്ടികളെ പച്ചക്കറി തീറ്റിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടണ്ടേ. ഇതൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടി അത് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചു കേട്ടോ. കുറച്ച് നേരം പച്ചക്കറി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ് ആവണമല്ലോ. അടച്ച് വെച്ച് വേവിച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. അധികം പൊടികളൊന്നും ഇടുന്നില്ല. നമ്മൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരിത്തിരി ഗരം മസാല, അത് ഇവിടെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു കുറച്ച് മല്ലിപ്പൊടിയും കൂടിയും ഇടുന്നുണ്ട്. ഇതെല്ലാം വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. ഒരു ഇട്ടു എന്നുള്ളൊരു പേരിന് മാത്രം ആണ് ഇതിടുന്നത്. ഇതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചട്നിപ്പൊടി, ആ ചട്നിപ്പൊടി അത് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അതാണ് കാര്യമായിട്ട് ഇതിൽ നമ്മളിടുന്ന സാധനം. ചട്നിപ്പൊടി കുറച്ച് ഹെൽത്തിയാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് ആഡ് ചെയ്യും. അത് ഒരു ഈ ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂൺ ഇട്ടു. 3 ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത്, അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുവേ. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ആ വെജിറ്റബിൾസ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇളക്കി തട്ടിക്കൂട്ടി വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഞാനിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ആ പൊടിയൊക്കെ ഒന്ന് വെന്തു. എല്ലാ മസാലയും കൂടി വെന്ത് നല്ലൊരു സ്മെല്ല്. ഈ ചട്നിപ്പൊടിയിൽ അയമോദകം ചേർത്തിട്ടുണ്ട്. അത് നല്ലതാണ്, ദഹനത്തിനൊക്കെ നല്ലതാണ്. അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കായം ചേർക്കണം. ഇതാ ഇത്ര ചേർത്താൽ മതി. കായം ചേർത്തു. ഒന്നും കൂടി ഇളക്കി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഇടുന്നേക്കാൾ മുന്നേ ഒരിത്തിരി വെള്ളം നമുക്കൊന്ന് ഇതിൽ ചേർക്കാം. ആ മസാലയൊക്കെ ഒന്ന് ഇഡ്ഡലിയിലേക്ക് പിടിക്കണമെങ്കിലേ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു. ആ വെള്ളമൊക്കെ ഒന്ന് മസാലയ്ക്ക് അബ്സോർബ് ചെയ്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വീട്ടിലുള്ള കുട്ടികളെ പച്ചക്കറി കഴിപ്പിക്കുക എന്നുള്ള വലിയൊരു പാട് തന്നെയാണ്. അതാണ് ഇങ്ങനെ ചെറുതാക്കി എല്ലാം കട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഓരോ രൂപത്തിലാക്കി കൊടുക്കുന്നത്. അവിടെ അങ്ങനെയൊക്കെ തന്നെയാണോ? അഭിപ്രായം പറയണേ. കുട്ടികളെ പച്ചക്കറി കഴിപ്പിക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഇളക്കി ഇഡ്ഡലിയിലേക്ക് ശരിക്കും മിക്സ് ചെയ്തു. അത് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന്
ഇങ്ങനെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. കഴിക്കാൻ സ്വാദ് കൂടുകയുള്ളൂ. കഴിഞ്ഞാൽ നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിത് ഓഫാക്കാം കേട്ടോ. ഇതിനാവശ്യത്തിന് എരിവും ഉപ്പും ഒക്കെ ഉണ്ടാവും. ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഇഡ്ഡലി ഇടുന്നേക്കാൾ മുന്നേ ആ പച്ചക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലിയിലും ചട്നിപ്പൊടിയിലൊക്കെ ഉപ്പുള്ള കാരണം ശ്രദ്ധിച്ച് മാത്രം ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില, അത് അത്യാവശ്യം ഇടാം. മല്ലിയില നല്ലതാണ് ഭക്ഷണമൊക്കെ ദഹിക്കാൻ. നല്ല സ്വാദാണ്, നല്ല സ്മെല്ലാണ്. അവസാനം മല്ലിയില ഇട്ടൊന്ന് ഇളക്കുമ്പോൾ അത് നല്ലൊരു സ്മെല്ലാണ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗീ ഒന്ന് മേലെ ആക്കി കൊടുക്കാം കേട്ടോ. അത് ഭയങ്കര സ്മെല്ലായിരിക്കും. ആ ഒരു ഗീ ആക്കി മല്ലിയില ആക്കി നമുക്കത് ഓഫാക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സ് ആയിക്കോട്ടെ. ആ ഗീയും മല്ലിയിലയൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് നന്നായി ഇളക്കി നമുക്ക് ഓഫാക്കാം. നമുക്ക് വെജ് മസാല ഇഡ്ഡലി കഴിച്ച് നോക്കാം. അമ്മ ഇതെനിക്ക് വിശക്കുന്നു പറഞ്ഞപ്പോൾ ഉണ്ടാക്കി തന്നാട്ടോ. ചൂടുണ്ട്, കഴിക്കാവേ. സൂപ്പർ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നന്നായി ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് ഇത് ഉണ്ടാക്കിത്തരാൻ പറയണേ. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണേ. ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.